നിക്കോദിമോസെ ഡാഷ് മോനെ എന്നാ വിളിച്ചിരിക്കുന്നത്. അത് വിളിച്ചതാരാ? സ്വന്തം ഭദ്രാസനത്തിലെ ഒരു വൈദികൻ. ആ വൈദികൻ ചില്ലറക്കാരനൊന്നും അല്ല. അദ്ദേഹം അധ്യാപകർക്ക് ഡോക്ടറേറ്റ് എടുത്ത ആളൂടാ. അദ്ദേഹം അങ്ങനെ വിളിക്കണമെങ്കിൽ തക്കതായ കാര്യങ്ങൾ കാണും. അല്ലാതെ ഒരു വൈദികനൊന്നും ഇടമെത്രാപ്പോലീത്ത ഒരു ഡാഷ് മോനെ ഒന്നും വിളിക്കത്തില്ല. ആ ഡാഷ് മോനെ എന്ന് വിളിച്ചെങ്കിൽ ഈ ഡാഷ് എന്ന് പറഞ്ഞതിനകത്ത് ഏത് അർത്ഥമാണെന്ന് നമ്മൾ മനസ്സിലങ്ങ് ചിന്തിച്ചാൽ മതി. നമുക്കത് പൂരിപ്പിക്കും. നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നമുക്കത് പൂരിപ്പിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം മുഴുവൻ നിക്കോദിമോസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിക്കോദിമോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ജനങ്ങളെ ജയിച്ച് അടക്കിയവൻ എന്നാണ്. ജനങ്ങളെ ജയിച്ചടക്കിയവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. ഇത് ജയിപ്പിച്ചടക്കിയതാണോ തോൽപ്പിച്ചടക്കിയതാണോ, ഇനി ജനങ്ങളെ എല്ലാം അടക്കി വെച്ചേ പോകത്തുള്ളൂ എന്താ നമുക്ക് അതൊന്നും പറയാനൊക്കത്തില്ല. കാര്യം ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ് എന്താണെന്നുള്ളത് നമുക്ക് ഇത് ബാക്കിയൂടെ കേട്ടോണം. ഒരു പ്രവാസിയായ ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് കിടപ്പ് രോഗിയായിട്ട് വർഷങ്ങളായിട്ടിരിക്കുക. അവിടെ കണ്ട് ചെന്നപ്പോഴേ അവര് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് അരവനെ കൊണ്ടു കൊടുത്തു കഴിക്കാനായിട്ട്. ആ പ്രഥമ ദീക്ഷാദിനെ തിരുമേനിക്ക് അവരെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അവരോട് അന്നേരം തന്നെ പറഞ്ഞു, നീ സുന്ദരിയാന്നല്ലോടി എന്ന് പറഞ്ഞു. അപ്പം നയനം കൊണ്ട് കണ്ണുകൊണ്ട് പാവം ചെയ്യരുതെന്ന് പറഞ്ഞ് ആദ്യത്തെ അതങ്ങ് മാറ്റി. ആ കൽപ്പന തന്നെ അങ്ങ് തിരുത്തി. അതിനുശേഷം അവരെ പലതവണ ഫോണിൽ വിളിച്ചു. അതെല്ലാം നമുക്ക് ഈ ചാനലിനകത്തൂടെ കാണാം. പലതവണ അവരെ ഫോണിൽ വിളിച്ചിട്ട് പിന്നെ പറഞ്ഞു എന്നാന്നറിയോ, നിന്റെ ഭർത്താവ് അവിടെ വയ്യാതൊക്കെ കിടക്കുകയില്ലയോ, ഈ രോഗപ്രകാരമുള്ള ആഗ്രഹങ്ങളൊക്കെ നിനക്കുള്ള ആളല്ലയോ, ഞാനതങ്ങ് തീർത്തു തരാം. ഒരു കാര്യം ചെയ്യും, എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്നെ അങ്ങ് കാണാം, വേറെ ആരും കാണണ്ട, നിനക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. പക്ഷെ അവര് എന്ത് ചെയ്യണമെന്നറിയാം, ഈ ഡാഷ് മോനെ നിന്റെ പകരം എന്ത് ചെയ്യുന്നറിയാം, നായിൻ്റെ മോനെ നീ ആരടാ സംസാരിക്കുന്നേ എന്ന് പറഞ്ഞ് രണ്ട് ചെറ്റവർത്തമാനം അവർക്ക് പറയാനാ. പക്ഷെ അവർ കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീ ആയതുകൊണ്ട് അത് പറഞ്ഞില്ല. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്ന ചില കാര്യങ്ങൾ. ആരോടാ പറയേണ്ടേ? അവരുണ്ടാക്കിയ ഭക്ഷണം തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയപ്പോഴാണ് ഇത് പറഞ്ഞെന്ന് ഓർത്തോണം. നമ്മൾ ഇതിന്റെ പരാതി ആരോടാ എന്ന് പറയേണ്ടി? ആരോടാ പറയേണ്ടി? അത് പറ. പിന്നെ ജനങ്ങൾ തന്നെ അതങ്ങ് എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ അതങ്ങ് കൈകാര്യം ചെയ്യണം. ദേഹോപദ്രവൊന്നും കേൾപ്പിക്കരുത്, ഒരൊറ്റ പള്ളി വിളിക്കരുത്, ഒരു കാര്യത്തിനും 10 പൈസ ആരും കൊടുക്കരുത്. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അഹങ്കാരം കുറെ അങ്ങ് തീരും. ഈ മേൽക്കുപ്പായ ഇട്ടുകൊണ്ട് ഇവർ ഈ കാണിക്കുന്നതായ ചെറിയ കാര്യമല്ലേ വന്നു, എന്തൊരു കൊള്ളിക്കരുതായി ഈ കാണിക്കുന്നത്. പണ്ട് 1-2 കാര്യങ്ങൾ എനിക്കറിയാവുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒരു ഇടവമെത്രാപ്പോലീത്ത കാണാൻ പോയ ഒരാളുടെ അനുഭവമാണ്. ഇവരോടധികം അടുക്കാതിരിക്കുന്ന നല്ലത്. അനുഭവം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പിന്നെ പോയിട്ടില്ലെന്ന്. മറ്റൊന്നുമല്ല, എന്തോ ഒരു കാര്യം, അടിയന്തരമായൊരു കാര്യം പറയാനായിട്ട് ചെന്നപ്പോൾ ആ മുറ്റത്തൊരു കസേര ഇട്ടൊക്കെ അവിടെ ഇരിക്കുക. ചെന്ന് കഴിഞ്ഞ് ഇടവമെത്രാപ്പോലീത്തയുടെ കൈ മുത്തണമല്ലോ. കൈ മുത്താനായിട്ട് തിരുമേനി കൈ അങ്ങോട്ട് നീട്ടുകയും പുറകിൽ നിന്ന് ഒരു പട്ടി വന്നൊരു ഒറ്റപ്പെടുത്തമാണ്. ഈ പട്ടിയെ അവിടുത്തെ അരവിനെ വളർത്തുന്ന പട്ടിയാ. കാലേ കയറി ഒരു കമ്മ് വെച്ചു കൊടുത്തു. മുറുകിയില്ല, ചോരയൊന്നും വന്നില്ല. അയാൾ പേടിച്ചു പോയി. അയാൾ പേടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ചെടി നനയ്ക്കാൻ നിന്ന ആൾ ഈ പട്ടിയെ വിരട്ടി ഓടിച്ചു കഴിഞ്ഞിട്ട് ഈ പുള്ളിക്ക് പറയാൻ വന്ന കാര്യവും എല്ലാം അങ്ങ് മറന്നുപോയി. പകുതിയൊക്കെ പറഞ്ഞ് അവിടെ നിർത്തി. ഇറങ്ങാൻ തുടങ്ങിയ ഉടനെ ആ ചെടി നനയ്ക്കാൻ വന്ന ആള് പറഞ്ഞു എന്നാന്നറിയോ, നമ്മളെ ഒരു മൃഗത്തെ വളർത്തിയാൽ നമ്മുടെ സ്വഭാവമായിരിക്കും അതിന്. ഒരു പശുവിനെ ഇടിക്കുന്ന പശു ആണെങ്കിൽ, പായുന്ന പശു ആണെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനെ നോക്കിയാൽ മതി, അവൻ മിണ്ടിയാൽ അടിക്കുന്നതിനായിരിക്കും. പട്ടിയാണെങ്കിലും കടിയം പട്ടിയാണെങ്കിൽ അത് ആ ഉടമസ്ഥൻ്റെ സ്വഭാവമായിരിക്കും. ആ തോട്ടക്കാരനെ എന്ത് ബുദ്ധിപരമായിട്ടാണ് അത് പറഞ്ഞത്. നമ്മളൊന്ന് ആലോചിച്ച്, ഇവരുമായിട്ടൊന്നും അധികം അടുക്കാൻ പോകരുത്. ഈ വിളിച്ച് ക്ഷണിച്ച് കൊണ്ടുവന്ന ആരാന്ന് വെച്ചാൽ അവർ കൊടുത്തോളും. ഇവരെന്താ ഇയാൾക്ക് ചോറും കറിയും വെച്ചു കൊടുക്കാൻ പോയെ? അതുകൊണ്ടല്ലയോ അവരെ ഇരിക്കപ്പുറത്തി ഇല്ലാതെ 2-3 ദിവസം തുടർച്ചയായിട്ട് അങ്ങ് വിളിച്ചെന്ന്. ഭർത്താവ് പിന്നെ വയ്യാതെ കിടക്കുക, ഇയാൾക്ക് ആ ചിന്തയില്ലല്ലോ. ഇയാൾക്ക് ആ ചിന്തയില്ലല്ലോ. 10 കൽപ്പനകൾ മുഴുവൻ ലംഘിച്ച് നടക്കുന്നവരാ ഇവര്. പാവം പിടിച്ച സ്ത്രീയെ അവരോട് പറയുമോ ഭാര്യയായിട്ട് ഞാനങ്ങ് കണ്ടോളാമെന്ന്? അതെല്ലാം ചാനലിനകത്ത് വന്നല്ലേ. എന്തോ ചെയ്യാൻ, അവർ തന്നെ സംസാരിച്ചിരിക്കുന്ന വിഷയങ്ങളായത്. നമ്മളിത് ആരോടാ പറയേണ്ടേ? ഇവരെ സംരക്ഷിക്കുന്നവരെ വേണം. ഇവരെ സംരക്ഷിക്കുന്ന ആരാണെന്നുള്ളതാ കണ്ടുപിടിക്കേണ്ടത്. ഇവർക്കെതിരായിട്ടൊരു പരാതി പറയാനൊക്കത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഗ്രൂപ്പാ. പാവം തിരുമേനി ചുമ്മാതെ പറഞ്ഞ. ഇപ്പം ഒരാളുടെ നേരിട്ടുള്ള ശബ്ദ സന്ദേശം ഇല്ലേ നമ്മൾ ഈ കേട്ടത്. ഈ ശബ്ദ സന്ദേശം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തുവാ തോന്നുന്നത്? ലക്ഷങ്ങൾ കേട്ടോണ്ടിരിക്കുകയല്ലേ ഇത്. എന്നിട്ട് നാണമില്ലാതെ അങ്ങ് നടക്കുക. നാണവും മാനവും ഇല്ലാതെ അങ്ങ് നടക്കുക. നമ്മൾ ഇതൊക്കെ ഈ അടുത്ത തലമുറയുണ്ടല്ലോ, ഇതിന് പകരം ചോദിച്ചിരിക്കും.
അതിന് സംശയമില്ലാത്ത കാര്യമോ പകരം ചോദിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.